കൂട്ടുകാരെ എല്ലാവരും ആയോ? ഇന്നൊരു ഉണക്കമീൻ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് കുറിച്ചിലും അതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഉണക്കമീൻ. അപ്പോൾ അതിത്തിരി തക്കാളി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വാഴ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഉണക്കമീനിലേക്ക് തക്കാളിയും ചുവന്നുള്ളിയും മുളകും കൂടെ ഇട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, 2 കഷ്ണം പുളി. അധികം കൂടാതെ തക്കാളി ഇടുന്നതുകൊണ്ട് നമ്മൾ അധികം പുളി ഇടണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടരുത് കേട്ടോ, ഉണക്കമീനല്ലേ, അതുകൊണ്ട് ഉപ്പിടരുത്. അല്പം മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുത്ത വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അല്പം കടുക് പൊട്ടിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, അതിലേക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കാത്തത് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് ചേർക്കണ്ട. തക്കാളി ഉണക്കമീനൊക്കെ നന്നായിട്ട് വേകാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി ചതച്ചത് കണ്ടോ, ഇഞ്ചി ചതച്ചത് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടണ്ട, വേഗാറാകുമ്പോൾ ഇട്ടാൽ മതി. കരച്ചാൽ ഇഞ്ചി നന്നായിട്ട് നേരത്തെ തന്നെ വെന്ത് പോയാൽ അതൊരു കുത്തൽ ചുവ വരും. അതിൽ നല്ലത് നമ്മൾ ഇപ്പം ചേർക്കുന്നതാണ്. തക്കാളിയും ഉണക്കമീനും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ റെസിപ്പി കൂടെ ചേർക്കാം. പൊടികളെല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്നില്ലേ, അതെല്ലാം കൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കണം. മീൻ പൊടിഞ്ഞു പോരും കേട്ടോ, ശ്രദ്ധിച്ചു വേണേ. ഇനി ഇത് നന്നായിട്ട് വറ്റി വന്നാൽ നമ്മുടെ കറി റെഡി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.